ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. എലപ്പുള്ളിയിലെ ബ്രൂവറി വിഷയത്തിൽ CPI നിലപാട് എന്താണ്, അഥവാ നിലപാടുണ്ടോ? ജലചൂഷണത്തിന് എതിരാണെന്നും മദ്യനിർമ്മാണത്തിനെതിരല്ല എന്നും ഇന്ന് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നു. പുതുക്കി പണിത MN സ്മാരകത്തിൽ ചേർന്ന LDF യോഗത്തിൽ തന്നെ ബ്രൂവറിക്ക് പച്ചക്കൊടി കാട്ടിയതിലും CPI പരിഹസിക്കപ്പെടുന്നുണ്ട്. CPIM-ന് കീഴടങ്ങിയെന്ന പ്രതിപക്ഷവും BJP-യും പറയുന്നു. നിങ്ങൾക്ക് രോമാഞ്ചമുണ്ടാക്കാനുള്ളത് പറയാനല്ല CPI എന്ന് ബിനോയ് വിശ്വം മറുപടി പറയുമ്പോഴും പാർട്ടി പാലക്കാട് ഘടകത്തിനെ സമാധാനിപ്പിക്കാൻ സെക്രട്ടറിക്ക് കഴിയുന്നുണ്ടോ? CPI പാലക്കാട് നേതൃത്വം എഴുതി നൽകിയ വിയോജനക്കുറിപ്പ് ഇതേ MN സ്മാരകത്തിൽ ചർച്ച ചെയ്തല്ലേ ബ്രൂവറി എലപ്പുള്ളിയിൽ വേണ്ട എന്ന തീരുമാനം എടുത്തിരുന്നത്. എതിരഭിപ്രായങ്ങൾ വിഴുങ്ങി റാൻമൂളുന്ന പാർട്ടിയായി CPI മാറിയോ? നിലപാടുണ്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഡോക്ടർ VPP മുസ്തഫയാണ് CPM പ്രതിനിധിയായുള്ളത്. പ്രിൻറ്റു മഹാദേവ് BJP-യിൽ നിന്നും, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകനായും A സജീവനും രാഷ്ട്രീയ നിരീക്ഷകനായും പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ VPP മുസ്തഫ, സാധാരണഗതിയിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ LDF-ൽ ചർച്ച ചെയ്യുന്നു, പിന്നീട് മന്ത്രിസഭായോഗത്തിൽ അത് ശരിവെക്കുന്നു, തീരുമാനമായി പുറത്തുവരുന്നു. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. ഇപ്പോൾ മന്ത്രിസഭായോഗത്തിൽ എടുക്കുന്ന തീരുമാനം പിന്നീട് LDF-നെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയോ കാര്യങ്ങൾ? നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായിട്ടുള്ള ഒരു പതിവ് ശൈലി, ഒരു വിഷയത്തെ വിവാദമാക്കി മാറ്റുക, എന്നിട്ട് ആ വിവാദത്തിൽ കിടന്ന് ഇങ്ങനെ ഞങ്ങൾ പറയുന്ന വിവാദമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തുടർ ചർച്ചകൾ നടത്തുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ഇന്നത്തേത്. ബ്രൂവറി വിഷയത്തിൽ നേരത്തെ തന്നെ ഇതേ ഫ്ലോറിൽ കൃത്യമായി വിശദീകരണങ്ങൾ വരികയും ചർച്ചകൾ നടക്കുകയും കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ വിടത്തില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, അതിന് നേതൃത്വം നൽകുന്ന LDF സംവിധാനം, അതിനെ എങ്ങനെയും ഞങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയല്ലാതെ ഇന്നത്തെ ചർച്ചയ്ക്ക് വേറെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇവിടെ ഇപ്പോൾ സ്മൃതി ചോദിച്ചതുപോലെ LDF-ൻ്റെ ആലോചന പിന്നെയാണോ നടന്നത്? ഇതിനെല്ലാം കാരണമായി തീരുന്നത് LDF-ൻ്റെ മദ്യനയമാണല്ലോ. അത് എത്ര വർഷം മുമ്പ്, എത്ര മാസങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ആ മദ്യനയം LDF-ൽ ചർച്ച ചെയ്തിട്ടല്ലേ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തത്? അതല്ലേ നിയമസഭയിൽ വെക്കുന്നത്, ഈ നാട്ടിലാകെ എല്ലാവർക്കും ലഭ്യമായ നിലയിൽ നേരത്തെ പരസ്യപ്പെടുത്തിയിട്ടുള്ളത്? ആ മദ്യനയത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ LDF അംഗീകരിക്കുകയും ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യുകയും ചെയ്ത മാലോകർക്കെല്ലാം ലഭ്യമായിട്ടുള്ള മദ്യനയത്തിനനുസരിച്ച് അതിൻ്റെ ഒരു തുടർ നടപടി ഉണ്ടായാൽ അതെങ്ങനെയാണ് പിന്നെ മന്ത്രിസഭ ആദ്യം തീരുമാനിക്കുന്നതും LDF രണ്ടാമതായി മാറുകയും ചെയ്യുന്നത്? എന്നാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ, ബ്രൂവറി വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുകയല്ലേ ജനാധിപത്യ മര്യാദ. ആ ആശങ്കകൾ അകറ്റുക. ആശങ്ക CPI രേഖപ്പെടുത്തിയിട്ടുണ്ട്, RJD രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബ്രൂവറി വേണ്ട എന്നുള്ള നിലപാടല്ല അവർ പറഞ്ഞത്. ബ്രൂവറി വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ആദ്യം പരിഗണിക്കണം, പരിഹരിക്കണം. സ്വാഭാവികമായിട്ടും ഒരു മുന്നണിക്കകത്ത് അങ്ങനെയുള്ള വിയോജിപ്പുകൾ വന്നാൽ അത് ചർച്ച ചെയ്ത് എന്താണ് ഈ ബ്രൂവറി കാര്യത്തിൽ സർക്കാരിൻ്റെ മുമ്പാകെയുള്ള കാര്യങ്ങൾ, അത് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്തണം, ആ LDF സംവിധാനത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയല്ലേ രണ്ടാമത്തെ ചർച്ച നടക്കുന്നത്. അല്ലാതെ മന്ത്രിസഭ എടുത്ത ഒരു നിലപാടിൻ്റെ മുകളിൽ പിന്നീട് LDF-നെ കൊണ്ട് അംഗീകരിപ്പിക്കുകയല്ലല്ലോ. മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനത്തിന് മുകളിൽ ആശങ്കകൾ ഉയർന്നു വന്നപ്പോൾ അത് ദൂരീകരിക്കാനുള്ള ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ള ഒരു ഇടപെടൽ. അല്ലാതെ CPM വലിയ കക്ഷിയാണ്, മന്ത്രിസഭ തീരുമാനം എടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് എല്ലാവരും റാൻമൂളിക്കോണം, അങ്ങനെയൊന്നും അല്ലല്ലോ. വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അതിനനുസരിച്ചിട്ട് LDF കൂട്ടായി ഒരു സമീപനം സ്വീകരിക്കുന്നു, നിലപാടെടുക്കുന്നു. ഇതിലൊക്കെ എന്ത് വിവാദമാക്കാനുള്ള വിഷയമാണുള്ളത്? ഇതിലൊക്കെ എന്ത് ജനാധിപത്യ വിരുദ്ധമായ സംഗതിയാണുള്ളത്? അപ്പം അതുകൊണ്ട് ഈ ബ്രൂവറി ഇങ്ങനെ കത്തിച്ചു നിർത്തി എന്തോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു പൊതു ഇമേജ് ഉണ്ടാക്കുക, ഒരു പൊതുബോധത്തിൽ അങ്ങനെ ഒരു ആശയം കണ്ടില്ലേ? മദ്യം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വളരെ എളുപ്പമാണ്. മദ്യമാണോ, എന്നാൽ പിന്നെ അവിടെ അഴിമതിയും കൈക്കൂലിയൊക്കെ എന്തായാലും ഉണ്ടാകും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്ന, ഇന്നിപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പ്രസ്താവനകൾ വെച്ച് നടത്തുന്ന ഈ ചർച്ച എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ബ്രൂവറിയിൽ ഇതുവരെ ഉയർന്നിരിക്കുന്ന എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ മറുപടി നൽകി കഴിഞ്ഞു അല്ലേ?
ബ്രൂവറി അവിടെ വരുന്നുണ്ടെങ്കിൽ കുടിവെള്ളം ഉൾപ്പെടെ അവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചിരിക്കും. ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ആദ്യം മുതൽ തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒരു തുള്ളി ഭൂഗർഭജലം ഉപയോഗിക്കില്ല. ഇതിപ്പോൾ ഇന്ന് പറയുന്നതല്ല. നിങ്ങളിത് വിവാദമാക്കാൻ ശ്രമിച്ച ആദ്യത്തെ നാൾ തൊട്ട് ഈ ബ്രൂവറിക്ക് വേണ്ടി അപേക്ഷ നൽകിയിട്ടുള്ള കമ്പനി സർക്കാരിന് സമർപ്പിച്ച DPR അത് സംബന്ധിച്ച് നടത്തിയിട്ടുള്ള ചർച്ചകൾ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു. സർക്കാർ ഇത് സംബന്ധിച്ച് ഇതിനകം ഇറക്കിയ ഉത്തരവിലും പറയുന്നു ഭൂഗർഭജലം ഉപയോഗപ്പെടുത്തില്ല. അതാണല്ലോ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുന്നത്. അത് വളരെ ഖണ്ഡിതമായിട്ട് പറയുകയാണ്. ബ്രൂവറിക്ക് എത്ര വെള്ളം വേണമെന്ന് അവർ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എത്ര വെള്ളം വേണമെന്ന് ഓരോ കാര്യങ്ങളിലും ബ്രൂവറിക്ക് ആവശ്യമായ വെള്ളം എത്ര എന്ന് കൃത്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സ്മൃതി ഈ ചോദ്യം ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എത്ര നേരത്തെ ചോദിച്ചതും അത് സംബന്ധിച്ച് മറുപടി നൽകുകയും ശ്രീ MP രാജേഷ് കണക്കുകൾ ഉദ്ധരിച്ചിട്ട് അവിടെ മലമ്പുഴയിലെ ഡാമിലെ അളവ്, അവിടെ നിന്ന് ഓരോ ദിവസവും എടുക്കുന്ന വെള്ളത്തിന്റെ അളവ്, അതിൽ ഈ ബ്രൂവറിക്ക് ആവശ്യമായി വരുന്ന വെള്ളത്തിന്റെ അളവ്, ഇതെല്ലാം വിശദീകരിച്ചിട്ട് ഇങ്ങനെ ഒരു പുതിയ എന്തോ ചോദ്യം പോലെ ബ്രൂവറിക്ക് ആവശ്യമായ വെള്ളത്തിന്റെ അളവ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പൊ പറയുന്നത്. നിങ്ങളൊന്ന് MP രാജേഷിന്റെ ഇതിനകം നടന്നിട്ടുള്ള മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണങ്ങളുടെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്ക്. അദ്ദേഹം പറഞ്ഞിട്ടില്ലേ ഇതിനകം ഈ വെള്ളത്തിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ലേ? അതെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞതല്ലേ? എന്നിട്ടും ഇങ്ങനെ ഒരു ചോദ്യം മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനം ചൂണ്ടിക്കാണിക്കാമോ? മഴവെള്ള സംഭരണം എത്രത്തോളം നടത്താൻ പറ്റുമെന്നതിന്റെ പഠന റിപ്പോർട്ടുണ്ടോ? ഏത് പദ്ധതി വരുമ്പോഴും അവിടെ ഒരു പഠനം നടത്തുമല്ലോ, അങ്ങനെ ഒരു പഠനം അവിടെ നടത്തിയിട്ടുണ്ടോ? ഞാൻ അതാ പറഞ്ഞത്, ഒരു പുതിയ ചോദ്യവും ഇല്ലാതിരിക്കുമ്പോൾ താങ്കൾക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയൂ. ഇതൊക്കെ പുതിയ ചോദ്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നും പിന്നീട് ചോദ്യങ്ങൾ ഉയരരുത് എന്നും തീരുമാനിച്ചാൽ പറ്റില്ലല്ലോ ശ്രീ VPP മുസ്തഫ. ചോദ്യങ്ങൾ ഉയരും, അതിന് കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ആ ചോദ്യങ്ങൾ അവിടെ അവസാനിക്കുന്നേ. പാലക്കാട് CPI പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ സംശയം തീർന്നിട്ടില്ല. അവരോട് പ്രതികരിക്കരുത് എന്ന കൃത്യമായ ചട്ടം കിട്ടിയതുകൊണ്ടാണ് അവർ ഇപ്പോൾ പരസ്യ പ്രതികരണം നിർത്തിയത്. പക്ഷേ അവർ എഴുതി കൊടുത്ത നിലപാട് CPI ചർച്ച ചെയ്തിട്ടുണ്ട്. CPI എക്സിക്യൂട്ടീവിൽ എലപ്പുള്ളിയിൽ ബ്രൂവറി വേണ്ട എന്ന തീരുമാനമാണ് എടുത്തത്. അതിനുശേഷമാണല്ലോ LDF-ൽ ശരി അതങ്ങനെ വരട്ടെ എന്ന തീരുമാനം CPM എടുക്കുമ്പോൾ അതിന് റാൻ മൂളുന്നത്. അപ്പോൾ ഇതിൽ ശബ്ദങ്ങൾ നിങ്ങളുടെ മുന്നണിയിൽ തന്നെയുണ്ട്. അല്ല, ഇപ്പോ സ്മൃതി ഇറാനി റിപ്പോർട്ടർ ചാനൽ വിട്ടിട്ട് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ്, കാരണം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇങ്ങനെ പിന്നെ ഇവിടെ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ എത്തി എന്നുള്ളതും അതിനകത്ത് ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ തീരുമാനം കൃത്യമായിട്ട് അറിഞ്ഞ് അതെല്ലാം വ്യക്തമാക്കുകയും ചെയ്തു. സ്മൃതി, എന്താണ് താങ്കൾ പറഞ്ഞത്? പുതിയ ചോദ്യമാണ്. നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയൂ. പറഞ്ഞ ഉത്തരത്തെക്കുറിച്ച് ആ ഉത്തരം കേൾക്കൂ എന്ന് പറയുമ്പോൾ പിന്നെ ഇങ്ങനെ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഴവെള്ള സംഭരണിയെ കുറിച്ചാണ്. മഴവെള്ള സംഭരണത്തിൽ എന്ത് പഠനം നടത്തി എന്നുള്ളതാണ് ചോദ്യം. മഴവെള്ള സംഭരണത്തിലൂടെ വെള്ളം ശേഖരിക്കുമെന്ന് പറയുന്നു, മലമ്പുഴയിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുമെന്ന് പറയുന്നു. മലമ്പുഴയിൽ ഇപ്പോൾ കുടിവെള്ളത്തിന് പോലും നൽകാനില്ലാത്ത സാഹചര്യമുണ്ട്. നെൽകൃഷി ജലസേചനം മലമ്പുഴയിൽ നിന്നാണ്. പാലക്കാട് നഗരസഭയടക്കം 7 തദ്ദേശ സ്ഥാപനങ്ങളുടെ ശുദ്ധജല പദ്ധതിക്ക് ദിവസം 96 ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കുന്നുണ്ട്. കൃഷിക്കും ശുദ്ധജല പദ്ധതികൾക്കും കഴിഞ്ഞാൽ മലമ്പുഴയിൽ എത്രത്തോളം വെള്ളം ബാക്കിയുണ്ടാവും, എത്ര അളവ് ബാക്കിയുണ്ടാവും? അപ്പോൾ ഈ പദ്ധതിക്ക് എത്ര വെള്ളം വേണമെന്ന് അവർ കൃത്യമായി ആവശ്യപ്പെട്ടിട്ടില്ല. വെള്ളം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന അവിടെ നിന്നുള്ള വെള്ളം എടുക്കില്ല എന്നുള്ള കാര്യം, ഭൂഗർഭജലം എടുക്കില്ല എന്നുള്ള കാര്യം മന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സമ്മതിക്കുന്നു. ഭൂഗർഭജലം എടുക്കില്ല എന്ന് പറയുമ്പോൾ വേറെ എവിടെ നിന്ന് കൃത്യമായി ഇതിന് ആവശ്യമായ പദ്ധതിക്ക് ആവശ്യമായ വെള്ളമുണ്ട് എന്ന ചോദ്യം ഉയരുമ്പോൾ അതിന് മറുപടി ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ശരി, താങ്കളിലേക്ക് വരാം. ശ്രീ പ്രിന്റു മഹാദേവ്, ഇന്ന് CPIക്ക് നട്ടല്ലുണ്ടോ എന്ന ചോദ്യമാണ് BJP ചോദിച്ചത്. അങ്ങനെ ഒരു കടുത്ത ചോദ്യം ചോദിക്കേണ്ട സാഹചര്യം എന്താണ്? ഇപ്പോൾ മദ്യനിർമ്മാണത്തിന് എതിരല്ല, അതേസമയം പാലക്കാട് എലപ്പുള്ളിയിലെ നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പദ്ധതിക്കും ഞങ്ങൾ ഒപ്പം നിൽക്കില്ല എന്നുകൂടി CPI സംസ്ഥാന സെക്രട്ടറി വ്യക്തമായി പറയുന്നുണ്ട്. തീർച്ചയായും പിണറായി വിജയന് മുമ്പിൽ നട്ടെല്ല് പണയം വെച്ചിട്ടാണ് ഇന്ന് MN സ്മാരകത്തിൽ നിന്ന് ബിനോയ് വിശ്വം ഇറങ്ങി വന്നിട്ടുള്ളത്.
കാരണം CPI പോലൊരു പ്രസ്ഥാനത്തിന് ഒരു വെളിയം ഭാർഗവൻ്റെയും ഇനി പന്യൻ രവീന്ദ്രനൊക്കെ സംസ്ഥാന സെക്രട്ടറി ആവുന്ന സമയത്ത് അവരെടുത്തിട്ടുള്ള പൊതുവിഷയങ്ങളുടെ നിലപാടുകൾ നമ്മൾ ഓർത്താൽ ഒന്ന് വളരെ നല്ലതാണ്. VPP മുസ്തഫ ഇവിടെ പറയുന്നു ബ്രൂവറി നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. MP രാജേഷ് പറയുന്നത് കേട്ടിട്ട് നമ്മൾ കേരളത്തിലെ ജനങ്ങൾ നമ്മളെല്ലാവരും അത് വിശ്വസിച്ചുകൊണ്ട് ഈ ബ്രൂവറിയെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് സത്യത്തിൽ CPI CPM-ന് കീഴടങ്ങിയിരിക്കുന്നു. CPM-ൻ്റെ പിണറായി വിജയൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുകയും അതിനെതിരെ ഒരു അക്ഷരം പറയാൻ പോലും മുന്നണി സംവിധാനത്തിൽ ആർക്കും സാധിച്ചിട്ടില്ല. അത് CPI ആയിക്കോട്ടെ RJD ആയിക്കോട്ടെ, ഇന്ന് CPM-നകത്തുള്ള അവരുടെ നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള പോളിസികളിൽ നിന്നുള്ള വ്യതിയാനത്തെക്കുറിച്ച് വരെ ചർച്ചയുണ്ടായെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും എല്ലാ ഇടതുമുന്നണിയിലെ മുഴുവൻ ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടും CPM-ഉം പിണറായി വിജയനും MP രാജേഷും ഈ പിടിവാശി പിടിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം കേരളത്തിലെ സമൂഹം ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം അങ്ങ് ചോദിച്ച കുടിവെള്ളത്തിൻ്റെ കണക്ക് ചോദിക്കുന്ന സമയത്ത് VPP മുസ്തഫയ്ക്ക് ഉത്തരമില്ല, MP രാജേഷിന് കൃത്യമായിട്ട് ഉത്തരമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഏലപ്പുള്ളിയിലെ ജനങ്ങളുടെ അതിജീവനത്തിനുള്ളൊരു പോരാട്ടമായിട്ടാണ് നമ്മളിത് കാണേണ്ടത്. അവിടെ നോക്കൂ, ഇപ്പം ഇവിടെ സുസ്ഥിര വികസനത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. സുസ്ഥിര വികസനമൊക്കെ വരണം. സുസ്ഥിര വികസനം എന്ന് പറയുന്നത് പ്രാദേശിക ജനങ്ങളുടെ വിഭവത്തെ ചൂഷണം ചെയ്യാതെയുള്ളതാണ് സുസ്ഥിര വികസനം. പ്രാദേശിക ജനതയുടെ വിഭവ ചൂഷണം ഉണ്ടായപ്പോൾ കേരളത്തിലെ ജനത തെരുവിലിറങ്ങിയിട്ടുണ്ട്. നോക്കൂ, നമുക്ക് സമാനതകളുള്ള കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത് പ്ലാച്ചിമടയുടെ പോരാട്ടമായിരുന്നു. കുടിവെള്ളം മുട്ടിച്ചവരെ കെട്ടിച്ച പാരമ്പര്യമുള്ള ജനതയാണ് കേരളത്തിലെ മലയാളികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു പ്രദേശത്തെ ആളുകളുടെ വിഷയം വരുന്ന സമയത്ത് പൊതുസമൂഹവും മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ചോദ്യം ചോദിക്കുമ്പോൾ VPP മുസ്തഫയ്ക്ക് അരിശം കൊള്ളേണ്ട കാര്യമില്ല. ഞങ്ങൾ ഉന്നയിക്കുന്നത് സാമൂഹിക പ്രസക്തിയുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒയാസിസ് കമ്പനി കേരളത്തിൽ വന്നത്? ഈ ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മാത്രം 2022 വന്ന് നിങ്ങളോട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 മദ്യനയത്തെ നിങ്ങൾ തിരുത്തിയത് എന്തിനാണ്? ഇത് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ചോദ്യമല്ലേ സാർ? അങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട വാദം പ്രിന്റു അല്ല സാർ, അല്ല അങ്ങനെയല്ല. അല്ല സ്മൃതി മാഡം, ഇതിനകത്ത് നമ്മൾ ചില ചട്ടങ്ങളുണ്ടല്ലോ. ആ ചട്ടങ്ങളെ കുറിച്ചിട്ട് പൊതുവായിട്ട് ഒരു കോമൺ ആയിട്ട് പല അനുമതികളും പല സ്ഥലങ്ങളിലും ലഭിച്ചിട്ടുണ്ടല്ലോ. അത് ലഭിച്ച സ്ഥലമാണല്ലോ പഞ്ചാബ്. എന്താ പഞ്ചാബിലുണ്ടായത്? പഞ്ചാബിൽ 6 മാസം മുമ്പാണ് ഈ കമ്പനി പൂട്ടിയത്. ഇതേ മാനദണ്ഡങ്ങളും ഇതേ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ കമ്പനി അവിടെ പ്രവർത്തിച്ചത്. പക്ഷേ പിന്നീട് എന്താണ് നമ്മളവിടെ കാണുന്നത്? അവിടുത്തെ പഞ്ചാബിലെ ജനജീവിതത്തെ ദുസ്സഹമായിക്കൊണ്ട് പഞ്ചാബിലെ ജനതയുടെ മണ്ണും വായുവും ജലവും ഇവർ മലിനമാക്കിയപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ആ കമ്പനി പൂട്ടിക്കുന്നത്. അതേ സാഹചര്യം തന്നെയാണ് സാർ ഈ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ വന്നാലും സംഭവിക്കുക. അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നോക്കൂ, അത് മാത്രമല്ല, ഇവർ ഭൂഗർഭജലം എടുക്കില്ല എന്ന് പറയുന്നത് ഈ കമ്പനി ചെയ്ത വലിയൊരു അതിക്രമമുണ്ട് മേഡം. കാരണം ഭൂഗർഭജലം എടുക്കലവർ ചെയ്തത് ഭൂഗർഭജലത്തിലേക്ക് ഇവരുടെ വേസ്റ്റുകൾ മുഴുവൻ തള്ളിവിട്ടിട്ട് 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ കുടിവെള്ളത്തെ മുട്ടിച്ചു. അപ്പോൾ കുടിവെള്ളം എടുത്തില്ലെങ്കിൽ പോലും ഭൂഗർഭജലത്തിലേക്ക് മാലിന്യം തള്ളിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള കമ്പനിയാണ് ഈ ഒയാസിസ് കമ്പനി. ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് VPP മുസ്തഫ ഇവിടെ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് MP രാജേഷ് പറയുന്നത്. ക്യാബിനറ്റിലെ നോട്ടിനകത്ത് പോലും ഈ 20 വർഷത്തെ ഇവരുടെ പാരമ്പര്യത്തെക്കുറിച്ചാണ് പിണറായി വിജയനും മന്ത്രിമാരും പറയുന്നത്. എന്ത് പാരമ്പര്യമാണ് ഈ കമ്പനിക്കുള്ളത്? ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളുടെ നിഴലിലാണ് ഇവർ. ഈ ഒയാസിസ് കമ്പനി എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും അവർ എത്തിക്കൊണ്ട് അവരുടെ ഏത് രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തിയിട്ടാണ് അവിടെ കമ്പനി തുടങ്ങിയിട്ടുള്ളത്, ഈ മദ്യ കച്ചവടം തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ സാമൂഹിക പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കട്ടെ. 4 ഘട്ടമായിട്ടാണല്ലോ. എഥനോൾ നിർമ്മാണം മാത്രമല്ലല്ലോ. മേഡം, എഥനോൾ നിർമ്മാണം മാത്രമല്ലല്ലോ. നോക്ക്, എത്ര എഥനോൾ നിർമ്മാണത്തിൻ്റെ മറവിൽ എത്ര കാര്യങ്ങൾക്കാണ് ഇവർ അനുമതി നൽകിയിട്ടുള്ളത്. നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ രീതിയിലാണ്. അത് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. എഥനോൾ പ്ലാന്റ് മാത്രമല്ല, ഏഴോളം പ്രൊഡക്റ്റുകൾക്കുള്ള അനുമതിയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അപ്പം മദ്യക്കച്ചവടത്തിന് വേണ്ടി ഒരു കമ്പനിയെ മാത്രം ഇവർ സെലക്ട് ചെയ്തതാണ് നമ്മളെല്ലാവരും സംശയത്തിന് നിലനിർത്തുന്നത്. അങ്ങനെ നമ്മൾ സംശയം ചോദിക്കുന്ന സമയത്ത് MP രാജേഷോ പിണറായി വിജയൻ്റെ ഒരു മറുപടി തൃപ്തരല്ല കേരളത്തിലെ ജനങ്ങൾ. ആരാണ് ഒയാസിസ്? നമുക്ക് കേരളത്തിൽ ഇതുപോലെയുള്ള ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ടല്ലോ. ഈ കമ്പനികൾക്ക് സർക്കാർ മേഖല കമ്പനികളുണ്ടല്ലോ. സർക്കാർ കമ്പനികൾക്ക് പോലും കിട്ടാത്ത അനുമതി എങ്ങനെയാണ് ഇവർക്ക് മാത്രം കിട്ടുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം മദ്യനയത്തെ മാറ്റിയിട്ട് മദ്യനയത്തിൻ്റെ പേര് അവർ പറയുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മദ്യനയം മാറ്റിയിട്ടുള്ളത്? അത് ചർച്ച ചെയ്യണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മദ്യനയം മാറ്റിയിട്ടുള്ളത്? അവിടെയാണ് ഈ ദുരൂഹമായിട്ടുള്ള ഒരു കമ്പനി കേരളത്തിൽ വരുന്നു, കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നു. അടിസ്ഥാന ജനവിഭാഗം നോക്കൂ, ഇപ്പോൾ മലമ്പുഴ ഡാമിലെ വെള്ളം ഉപയോഗിക്കാൻ എന്തിനാ പറ്റുക? ഇവിടെ കൃത്യമായിട്ടുള്ള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളത്തിനും കൃഷിക്കും വേണ്ടി മാത്രമുള്ളതാണ്.
അതെങ്ങനെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മലമ്പുഴ ഡാമിനോട് ചേർന്നുകൊണ്ട് അനവധി പ്രൊജക്ടുകൾ വന്നു കഴിഞ്ഞാൽ അടിസ്ഥാന ജനവിഭാഗത്തിന് കുടിവെള്ളം വേണ്ട മേഡം. ഇത് ബിനോയ് വിശ്വം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, മലമ്പുഴ അണക്കെട്ടിൽ നിന്നും ഈ കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ വെള്ളം എത്തിക്കാൻ ദിവസം 10 ദശലക്ഷം ലിറ്ററിന്റെ പദ്ധതിക്ക് അനുമതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുമെന്നാണ് പറയുന്നത്. അല്ല മേഡം, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കോടിക്കണക്കിന് ലിറ്ററിൻ്റെ അളവൊന്നുമല്ല സ്വാഭാവികമായിട്ട് ഈ കമ്പനി ഓപ്പറേറ്റ് ചെയ്താൽ. ഇപ്പോൾ ഇവരുടെ ഓൾറെഡി മധ്യപ്രദേശിൽ ഇവരുടെ കമ്പനി ഒയാസിസ് കമ്പനി പൂട്ടലിൻ്റെ വക്കിലാണ്. രണ്ടാമത് ഓൾറെഡി തന്നെ ഇപ്പോൾ പഞ്ചാബിൽ കമ്പനി പൂട്ടി. സ്വാഭാവികമായിട്ട് ഓൾ ഓവർ ഇന്ത്യയിലേക്ക് ഉൽപ്പാദിപ്പിക്കാനുള്ള മുഴുവൻ പ്രൊഡക്റ്റുകളും ഈ കേരളത്തിൽ നിർമ്മാണം ചെയ്യാനാണ് ഈ കമ്പനിയുടെ താല്പര്യം. ആ താല്പര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് കമ്പനി ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മലമ്പുഴ ഡാമിലെ മുഴുവൻ വെള്ളം എടുത്താൽ പോലും ഈ കമ്പനിയുടെ ഉൽപ്പാദനത്തിന് തികയില്ല മേഡം. അപ്പോൾ ഇത് വലിയൊരു കൊടുംചതിയാണ്. ഇത് നോക്കൂ, ഒന്ന് ആ പ്രദേശവാസികളായ ആളുകളെ ഒന്ന് ഇത് ബോധ്യപ്പെടുത്തണം. അങ്ങനെയല്ലേ ഒരു വ്യവസായം വരുന്ന സമയത്ത് സാമാന്യം ഇപ്പോൾ ഒരു ചട്ടങ്ങളും നിയമങ്ങളും പറയുന്നതിന് അപ്പുറത്തേക്ക് സുസ്ഥിര വികസനത്തിൽ പ്രദേശവാസികളുടെ വിഭവത്തെ ചൂഷണം ചെയ്യാൻ പാടില്ല. അത് UN-ന്റെ നിയമമാണ്. ആ നിയമങ്ങളെ ലംഘിക്കുകയാണ് ഏതെങ്കിലും ഒരു ചട്ടക്കൂട്ടുണ്ടാക്കിയിട്ട് മദ്യനയം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത് വലിയൊരു തട്ടിപ്പാണ്. അതിന് ഒത്താശ പാടുകയാണ് CPI. അതിന് ഇപ്പോൾ നമ്മുടെ PD സതീശൻ്റെയും അല്ലെങ്കിൽ ചെന്നിത്തലയുടെ ഒക്കെ എതിർപ്പൊക്കെ നമ്മളിപ്പോൾ സ്വാഭാവികമായി കണ്ടാൽ മതി. നാളെ ഇതിനോട് അവരും സമരസപ്പെടും. പക്ഷേ BJP ഇതിനോട് സമരസപ്പെടില്ല. ഇത് അതിജീവനത്തിന്റെ പോരാട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മണ്ണും വായുവും ജലവും അവിടുത്തെ എരപ്പുള്ളിയിലെ ജനങ്ങൾക്ക് സംരക്ഷിക്കാനുള്ള എല്ലാ പോരാട്ടങ്ങൾക്കും BJP ഒപ്പം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇപ്പോൾ കോൺഗ്രസ് ഞങ്ങളെ വിമർശിക്കാനായിട്ടില്ല ബിനോയ് വിശ്വം പറയുന്ന ഒരു വാചകമാണ്. അതിൽ പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരുമിച്ച് ഒരു കാര്യം പറയാൻ ഒരുമിച്ചെത്താൻ പോലും പറ്റാത്തൊരു പാർട്ടി CPI വിമർശിക്കാൻ വരണ്ട എന്നുള്ളതാണ്. എന്താണ് അതിനോട് താങ്കൾക്ക് തോന്നുന്നത്? മാത്രമല്ല, ഇക്കാര്യത്തിൽ ബിനോയ് വിശ്വം പറയുന്നുണ്ടല്ലോ മദ്യനിർമ്മാണത്തിനെതിരല്ല, അതേസമയം ജനങ്ങളുടെ കുടിവെള്ളം മുടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അതിനെ എതിർക്കും. അങ്ങനെയില്ല എന്ന ഉറപ്പാണ് ഇപ്പോൾ LDF യോഗത്തിൽ CPIക്ക് കിട്ടിയിരിക്കുന്നത്. സ്മൃതി, നമ്മുടെ ബിനോയ് വിശ്വം വെറുതെ മുട്ടാപ്പോക്ക് പറയുക. അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനുമുമ്പ് എനിക്കൊരു ഒറ്റ വാചകം ശ്രീ VP മുസ്തഫ പറഞ്ഞതിനോട് പ്രതികരിക്കാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹം ഈ ചർച്ചയുടെ പ്രസക്തിയെ തന്നെ അങ്ങ് ചോദ്യം ചെയ്യുക. ഇന്നിപ്പോൾ CPI ഒക്കെ കിടന്ന് നട്ടം തിരിയുകയാണ് ഈ തീരുമാനത്തിൻ്റെ പിന്നാലെ. അന്നേരം അദ്ദേഹം പറയുകയാണ് ഇതൊരു ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്ന്. അടുത്ത ശ്വാസത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ജനാധിപത്യത്തിൽ ഇത്തരം തർക്ക വിഷയങ്ങളുണ്ടാവും, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കണ്ടേന്ന്. സ്മൃതി ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കാരണം ഈ വെള്ളത്തിൻ്റെ കണക്ക്, വെള്ളമെന്താ 10 MLD വെള്ളം കിൻഫ്രയ്ക്ക് കൊടുക്കാം എന്ന് നേരത്തെ സമ്മതിച്ചിട്ടുള്ളതിൽ നിന്ന് അല്പം വെള്ളം സ്പെയർ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണത്. പക്ഷേ ഈ കിൻഫ്രയ്ക്ക് കൊടുത്ത വെള്ളം സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയുടെയും മറ്റും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ 10 MLD വെള്ളം കൊടുക്കാമെന്നുള്ള ധാരണ അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടൊന്നുമില്ല. അതിനുള്ള സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല. പക്ഷേ ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ് ഈ ഒയാസിസിൻ്റെ അപേക്ഷയിന്മേൽ ഇതിൽ നിന്ന് അല്പം വെള്ളം കൊടുക്കാമെന്ന് പറയുന്നത്. ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ അത് ഈ കമ്പനിക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പ് അങ്ങനെ നൽകാൻ ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർക്ക് സാധിക്കുമോ? ഇവിടെ എത്ര വെള്ളം വേണം, എത്ര വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റും, അത് എവിടെ നിന്ന് എടുക്കുക? ഭൂഗർഭ ജലം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം BJP പ്രതിനിധി പറഞ്ഞല്ലോ, ഈ ഒയാസിസിൻ്റെ പാരമ്പര്യം ഹരിയാനയിലൊക്കെ ചെയ്തത് 15 കിലോമീറ്റർ ചുറ്റളവിൽ ഈ മലിനജലം കൊണ്ട് നമ്മുടെ കുടിവെള്ളം മുട്ടിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ അവിടെ ഭൂഗർഭ ജലം എടുക്കുമോ ഇല്ലയോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ മഴ സംഭരണി എന്ന് പറയുന്നു, ഈ മഴ സംഭരണിയെക്കുറിച്ചൊക്കെ ആദ്യം MP രാജേഷ് വലിയ സംസാരങ്ങളൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ ഡേറ്റ എത്ര ലിറ്റർ വല്ല എത്ര കോടി ലിറ്റർ വെള്ളം അല്ലെങ്കിൽ എത്ര ലിറ്റർ വെള്ളം നമുക്ക് ഈ മഴവെള്ള സംഭരണികളിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഡേറ്റയില്ല സ്മൃതി, കണക്കില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ല, വെറുതെ പറയുകയാണ്. വെറുതെ ഇതെങ്ങനെയെങ്കിലും ഇതിപ്പോൾ ഇവരുടെ ഒരു അഭിമാന പ്രശ്നമാണ്. കാരണം ഇതിപ്പോൾ എത്തനോൾ പ്ലാന്റ് മാത്രമൊന്നുമല്ല, ബോട്ട്ലിംഗ് യൂണിറ്റ് ഉണ്ട്, വൈൻ ബ്രാൻഡി യൂണിറ്റുകളുണ്ട്, പിന്നെ വേറെ ഡിസ്റ്റിലറികളുണ്ട്. അങ്ങനെ 6-7 സംരംഭങ്ങൾ ഇവിടെ വരിക. ഇവർ ഈ പറയുന്ന പോലുള്ള കണക്കിലുള്ള വെള്ളം കൊണ്ടൊന്നും നടക്കത്തില്ല. നമ്മുടെ ജവാൻ എന്ന് പറയുന്ന ഒരു മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ ഏറ്റവും ഡിമാൻഡുള്ളതാണ്. സാധാരണക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതിന് വളരെ അല്പം വില കുറവാണ്.
അത് ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം പോലും മലബാർ ഡിസ്റ്റിലറിക്ക് നമ്മുടെ സർക്കാരിൻ്റെയാണ്, അതിന് പോലും വെള്ളം കൊടുക്കാനില്ലാതിരിക്കുമ്പോഴാണ് പഞ്ചാബിൽ കിടക്കുന്ന ഏതോ ഒരു സർദാർജിക്ക് ഇവിടെ നമ്മൾ വെള്ളം കൊടുക്കാൻ പോകും, നമ്മുടെ കുടിവെള്ളം, കൃഷിക്കുള്ള വെള്ളം. അതാണ് ആ സാഹചര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ മുസ്തഫ പറഞ്ഞത്. നമുക്ക് ഈ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം അങ്ങ് തീരുമാനിച്ചു എന്ന്. എന്ത് നയം ഉണ്ടാക്കിയെന്നാണ് നിങ്ങളീ പറയുന്നത്? ഇതുമായിട്ട് താല്പര്യപ്പെട്ട് വരുന്നവർക്ക് കൊടുക്കാമെന്നൊരു നയം, അത് ഒയാസിസിന് കൊടുക്കാമെന്നല്ലല്ലോ നയം. നിങ്ങളുടെ ഒരു താല്പര്യപത്രം അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ചോദിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളോടെ? കേരളത്തിലുണ്ടല്ലോ ഡിസ്റ്റിലറി നടത്താൻ കഴിവുള്ളവർ, കേരളത്തിന് പുറത്ത് മറ്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരോട് ആരെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് 25-ൽ ഈ നയം മാറ്റമുണ്ടായി, അതിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് 2023 ഇവർ ഭൂമി വാങ്ങിയത്? എങ്ങനെയാണ് ഈ ഡിസ്റ്റിലറിക്ക് വേണ്ടി കോളേജ് എന്ന് പറഞ്ഞിട്ട്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ധാരാളം ദുരൂഹതകളും അതുപോലെ തന്നെ ഗൂഢാലോചനകളൊക്കെ നടന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സ്മൃതി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ മുട്ടാപ്പോക്കായത്. എന്താ CPIക്ക് സംഭവിച്ചത്? CPI ഒരിക്കലും എലപ്പുള്ളിയിൽ ബ്രുവറീസ് മദ്യനിർമ്മാണശാല വരുന്നതിനെ അനുകൂലിച്ചിട്ടില്ല. എലപ്പുള്ളിയിൽ ബ്രുവറി വേണ്ട എന്ന് തന്നെയായിരുന്നു നിലപാട്. ഈ LDFൻ്റെ യോഗം ചേർന്ന MN സ്മാരകത്തിലെ പുതിയ കോൺഫറൻസ് ഹാള്, ആ ഹോളിൽ ഇരുന്നു കൊണ്ടാണ് 3 ദിവസം മുമ്പ് ഇവർ തീരുമാനമെടുത്തത്. യാതൊരു കാരണവശാലും എലപ്പുള്ളിയിലെ ബ്രുവറി അനുവദിക്കാൻ പാടില്ല, പോരാട്ടത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ ഉറച്ചു നിൽക്കണം എന്ന് തീരുമാനിച്ചത്. അവിടെയാണ് പിണറായി വിജയനൊക്കെ വന്നിരുന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എല്ലാം അവസാനിപ്പിച്ച് വായ പൂട്ടി മിണ്ടാട്ടം മുട്ടിയിട്ട് നമ്മുടെ ബിനോയ് വിശ്വവും മറ്റും ഇരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത് LDFൽ ചർച്ച ചെയ്യേണ്ടതല്ലേ നേരത്തെ? എന്നിട്ട് വേണ്ടേ ക്യാബിനറ്റിലേക്ക് പോകാൻ? അപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഇത് ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി LDFൻ്റെ തീരുമാനത്തിലൊന്നും വലിയ കാര്യമില്ല. അതിൻ്റെ പ്രോസസ്സ് അതാണോ? ഇത്തരത്തിലുള്ള വളരെ നിർണായകമായ നയപരമായ ഒരു മുന്നണിയുടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ തന്നെ ഭാവിയെ ബാധിക്കാവുന്ന ഒരു കാര്യത്തിൽ ഇടതുമുന്നണി ചർച്ച ചെയ്യാതെയാണോ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇത് പുതിയ കാര്യമല്ലല്ലോ സ്മൃതി. നമ്മൾ ഇന്നത്തെ വികസനത്തിന്റെ പാതയിലാണ് ഒരു സമ്മിറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം. കോടികളുടെ പദ്ധതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 24 IT കമ്പനികൾ കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുമെന്ന വാർത്തയാണ് പുതുതായി വന്നിരിക്കുന്നത്. 8500 കോടി രൂപയുടെ നിക്ഷേപം നടത്താനുള്ള പദ്ധതി, 60,000 പേർക്ക് കൂടി തൊഴിൽ ലഭിക്കാൻ പോകുന്നു. ഇങ്ങനെ ഒരു വലിയൊരു പദ്ധതിയിലൊന്നായി ബ്രൂവറിയും അത്തരത്തിലൊരു പദ്ധതി, അതിനെയൊക്കെ തകർക്കാനും എതിർക്കാനുമായി ഇവിടെ പ്രതിപക്ഷം. അല്ല, ഇവിടെ ജിമ്മ് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലോ ഇതിനെ വിമർശിക്കുന്നതും എതിർക്കുകയും ചെയ്യുന്നത്. ഇവിടെ എത്ര വികസനം വന്നാലും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഇന്ന് തന്നെ എന്താണ് ഇന്നത്തെ ദിനപത്രങ്ങളിൽ വന്ന ഒരു വാർത്ത? നമ്മുടെ ട്രോളിൻ്റെ കാര്യം ചർച്ച ചെയ്തില്ലെന്നാണ് ഇടതുപക്ഷ മുന്നണി യോഗത്തിന് ശേഷം കൺവീനറും പറഞ്ഞു. അങ്ങനെയാണ്, ആ രീതിയിലാണ് അതിൻ്റെ തീരുമാനങ്ങളുണ്ടായത്. കൂടുതൽ ചർച്ചകൾ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നലെ സർക്കുലർ ഇറങ്ങിയല്ലോ ഇടതുപക്ഷ മുന്നണി കൺവീനറിൻ്റെ. എന്താണ് ആ സർക്കുലറിൽ പറഞ്ഞത്? അതിനെക്കുറിച്ച് ചില വ്യാഖ്യാനങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം, ഇറങ്ങിയേക്കാം. പക്ഷേ പറയുന്നത് എന്താ? നമുക്ക് അതെ, കിഫ്ബിയാണ് ഇവിടെ പ്രശ്നം. ഇപ്പം ഇവരുടെ മുമ്പിൽ അവർക്ക് 2-3 കാര്യങ്ങളുണ്ട്. കിഫ്ബിയെ സംരക്ഷിക്കണം, കിഫ്ബിക്ക് വേണ്ടി എന്തും ചെയ്യും, ജനങ്ങളുടെ ഇന്ന് ടോള് പിരിക്കും, ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ കിഫ്ബിയെ സംരക്ഷിക്കേണ്ടത് കൊണ്ട്, അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ടോൾ എന്ന് ഏതാണ്ട് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് നമ്മുടെ കൺവീനർ. എവിടെങ്കിലും ആലോചിച്ചോ, ചർച്ച ചെയ്തോ? ഇത്രയും പ്രശ്നങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായതല്ലേ? VP മുസ്തഫയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ കാര്യത്തിൽ? ചർച്ച പോലും ചെയ്യാതെ, ചർച്ച ചെയ്യാത്ത കാര്യങ്ങൾ ഒരു തീരുമാനമായിട്ട് ഒരു സർക്കുലർ വഴി അടിച്ചേൽപ്പിക്കുന്ന രീതി ഇതുവരെ LDFലും ഞാൻ കണ്ടിട്ടില്ല, UDFലും കണ്ടിട്ടില്ല. അതുതന്നെയല്ലേ ഇവിടെയും സംഭവിച്ചത്? അവർക്ക് 2-3 പ്രധാനപ്പെട്ട പെറ്റ് ഇഷ്യൂസ്. ഒന്ന് ഒയാസിസിന് നമ്മൾ കമ്പനി കൊടുക്കും. മുസ്തഫ, ഞാൻ പറയുന്നു, ഈ ത്രിസന്ധ്യയ്ക്ക് ഞാൻ പറയുക, നിങ്ങളുടെ ഈ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. എലപ്പുള്ളിയിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും മദ്യ കമ്പനികൾ തുടങ്ങുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. നമ്മൾ പാലക്കാട് ജില്ലയിൽ, നിങ്ങൾക്കറിയുമോ, നിങ്ങൾ ഈ മഴവെള്ള സംഭരണികളെക്കുറിച്ച് പറയുന്നു. ഈ ചിറ്റൂർ താലൂക്കൊക്കെ മഴനിഴൽ പ്രദേശങ്ങൾ, അവിടെ ഏറ്റവും കുറവ് മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. ക്രിട്ടിക്കൽ ഏരിയ എന്ന് കേന്ദ്ര ഗവൺമെൻറ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ്.
ആ അവിടെ നിങ്ങൾ ക്രിട്ടിക്കൽ എന്ത് മഴ ഏരിയയിലെ വെള്ളം സംഭരണി എടുക്കുന്നില്ല ഉണ്ടാക്കും? എന്ന എത്ര മഴ വാദമാണ് കിട്ടിയിട്ടാ? ആവർത്തിച്ച് അപ്പോ- പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എലപ്പുള്ളിയിൽ നിന്നല്ല, പാലക്കാട് തന്നെ ബ്രൂവറി വേണ്ട എന്നാണ് അവിടെ CPI പറയുന്നത്. ഒരു കാര്യം പറയാം, നിങ്ങൾ സ്മൃതി ഈ നമ്മുടെ മഴവെള്ള സംഭരണികളിൽ ഒരു വർഷം എത്ര ലിറ്റർ വെള്ളം ശേഖരിക്കാമെന്നോ അത് എത്ര കാലം അവിടെ ഉണ്ടാകുമെന്നോ രീതി ഒരു കണക്ക് പോലും നമ്മുടെ മുമ്പിൽ അതാണ്, അതിലൊരു പഠനം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. ശ്രീ എ സജീവനിലേക്ക് വായ പൂട്ടിച്ചു എന്നുള്ളതാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. എന്താണ് ഈ കാര്യത്തിൽ താങ്കൾ കാണുന്നത്? CPIക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ CPMനോട് അല്ലെങ്കിൽ CPM എടുക്കുന്ന തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഭയക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ? എനിക്ക് ഇന്ന് ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം ഒരു തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ബിനോയ് വിശ്വം പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞത് അല്ലേ ഇപ്പോൾ നടപ്പായിട്ടുള്ളത്, അത് CPIയുടെ വിജയമല്ലേ എന്നാണ്. എനിക്കൊരിക്കലും മനസ്സിലായില്ല എന്താണ് ബിനോയ് വിശ്വം ഉദ്ദേശിക്കുന്നതെന്ന്. ബിനോയ് വിശ്വം പറഞ്ഞു, ഞങ്ങൾ ഈ കുടിവെള്ളം മുടക്കുന്ന രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള പദ്ധതി ഞങ്ങൾ അംഗീകരിക്കില്ല, മദ്യ ഉൽപ്പാദനത്തിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഇവിടെ സർക്കാർ LDF അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് CPIയുടെ വിജയമെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തമാശ. കാരണം ഇത് നേരത്തെ തന്നെ ഞങ്ങൾ കുടിവെള്ളം എടുക്കുന്നേ ഇല്ല, ഞങ്ങൾക്ക് അവിടെ കിണർ ഒഴിക്കാൻ സമ്മതിക്കില്ല, ഭൂഗർഭജലം എടുക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ രാജേഷ് തുടക്കം മുതലേ പറയുന്നുണ്ട്. അപ്പോഴും ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള CPI നേതാക്കന്മാരെല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ്. ഇപ്പോഴും താങ്കളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ എലപ്പുള്ളിയിലുള്ള CPIക്കാരും പാലക്കാടുള്ള CPIക്കാരും ഒക്കെ അതിശക്തമായി പറഞ്ഞ് അവിടെ ഈ ഒരു മദ്യനിർമ്മാണശാല വേണ്ടെന്നാണ്. അങ്ങനെ പറയുമ്പോഴും എന്താണ് ഈ ഇപ്പോൾ കഴിഞ്ഞ LDF യോഗത്തിൽ കൺവിൻസിങ് ആയിട്ടുള്ളൊരു കാര്യം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യമാണല്ലോ ബിനോയ് പറയേണ്ടത്. ബിനോയ് ആ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ബിനോയ് പറയുന്നത് ഞങ്ങളുടെ വിജയം എന്നുള്ളതാണ്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഇവിടെ ഈ മഴവെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് അവസാനം രാജേഷ് പറഞ്ഞുള്ളതും മുഖ്യമന്ത്രി പറഞ്ഞുള്ള കാര്യം അതാണ്, മഴവെള്ളം മാത്രം മതി, മഴവെള്ളം സംഭരിച്ചാൽ മാത്രം ഇവിടെ ഈ ആവശ്യമായിട്ടുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഈ സ്ഥാപനം ഒയാസിസിൻ്റെ ഈ മദ്യനിർമ്മാണശാല പ്രവർത്തിക്കാൻ ആവശ്യമായ വെള്ളം കിട്ടുന്നുള്ളതാണ്. അതങ്ങനെയാണ് എന്ന് ബിനോയോ അല്ലെങ്കിൽ CPIയുടെ നേതാക്കന്മാരോ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അതൊരു വലിയൊരു ചോദ്യമാണ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം മഴവെള്ളം മാത്രം എടുത്തുകൊണ്ട് അവർ ഇത് നടപ്പാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലമ്പുഴയിൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ കുറച്ച് ഭാഗങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. ഇതൊന്നും പറയാതെ കുടിവെള്ളം മുട്ടിക്കില്ല എന്നൊരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. കുടിവെള്ളം മുട്ടാതിരിക്കുന്നത് എങ്ങനെ എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് നയം മാറ്റം എന്ന് പറയുന്നത്. നയം മാറുകയല്ല, പെട്ടെന്ന് വാക്ക് മാറുന്നൊരവസ്ഥയിലേക്ക് CPI പോയത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാര്യം. അതുകൊണ്ടാണ് ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യം വിഴുങ്ങിയതിനെ കുറിച്ചിട്ട്. ഇവിടെ മാത്രമല്ല ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ബിനോയ് ഇവിടെ മുസ്തഫ പോലും പറഞ്ഞൊരു കാര്യം, ഇത് മന്ത്രിസഭയല്ല LDF എടുത്ത തീരുമാനമാണ്, അതിനിടയിൽ തർക്കമുണ്ടാകുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നു എന്ന്. ഇവിടെ ഇക്കാര്യം ഇപ്പോൾ ഇക്കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞിട്ടുള്ള LDF യോഗത്തിൽ ആണ് ആദ്യമായിട്ട് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ നിർദ്ദേശമായിട്ട് ഇത് മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ നമ്മളതിന് കുറ്റം പറയില്ല. കാരണം UDF വിമർശിക്കുന്നതോ BJP വിമർശിക്കുന്നതോ ഒന്നും കാര്യമാക്കേണ്ടില്ല. കാരണം LDFൻ്റെ നയം അതാണ്, ഞങ്ങളിത് നടപ്പാക്കാൻ പോകുന്നുവെന്ന് LDF കൂട്ടായി തീരുമാനിക്കണം. LDFൻ്റെ യോഗം ഇതിനു മുമ്പെയൊക്കെ നടന്നിട്ടുണ്ട്. ആ നടന്ന യോഗത്തിലൊന്നും ഇത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അങ്ങനെ തീരുമാനം എടുത്തിട്ട് ഇവിടെ എലപ്പുള്ളിയിൽ ഒയാസിസിൻ്റെ ബ്രുവറി ആരംഭിക്കാനായിട്ട്, ഒയാസിസോ ഏതെങ്കിലും ആവട്ടെ, അങ്ങനെ ബ്രുവറി ആരംഭിക്കാനായിട്ട് അനുമതി കൊടുക്കാം എന്ന് എപ്പോഴെങ്കിലും, നമ്മളൊക്കെ പത്രം വായിക്കുകയും TV ചാനലുകൾ വാർത്ത കാണുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ഇങ്ങനെയൊരു തീരുമാനമെടുത്തായിട്ട് നമുക്കാർക്കും അറിയില്ല. ഈ തീരുമാനം വരുന്നത് CPI മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മന്ത്രിസഭയിലാണ്. ആ മന്ത്രിസഭാ തീരുമാനമാണ് വാർത്തയായിട്ട് വരുന്നത്. അതിനെയാണ് എലപ്പുള്ളിയിലെയും പാലക്കാട്ടെയും CPI നേതാക്കന്മാരും CPI പ്രവർത്തകരുമൊക്കെ എതിർത്തിട്ടുള്ളത്. അതുതന്നെയാണ് CPIയുടെ സംസ്ഥാന നേതാക്കന്മാർ ബിനോയ് ഉൾപ്പെടെയുള്ള ആളുകൾ എതിർത്തിട്ടുള്ളത്. പിന്നീട് എങ്ങനെയാണ്, എന്ത് മാറ്റമാണ് ഇപ്പോൾ ഈ LDF യോഗത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല.
ഇതൊരു വലിയ കാരണം CPI പറയുന്ന ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഒരു അടുത്ത കാലത്തുള്ള ഏറ്റവും വലിയ തമാശയാണ്. ഞങ്ങളിത് അംഗീകരിച്ചിരിക്കുന്നു. രാജേഷോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളിത് അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനിയിപ്പോൾ മഴവെള്ളം കൊണ്ട് മാത്രമാണ് എലപ്പുള്ളിയിലുള്ള ഈ ബ്രൂവറി പ്രവർത്തിക്കാൻ പോകുന്നത്. അത് അത്രയും അതിനാവശ്യമായിട്ട് മഴവെള്ളം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ബിനോയ് പറഞ്ഞാൽ മതി. ബിനോയോ ഒരു CPI നേതാവ് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിശ്വസിക്കുക, CPM പറഞ്ഞ കാര്യത്തിനോട് വിയോജിക്കാൻ ഇവർക്ക് അവസാനം പറ്റാതായി. ഇത് വിവാദമാക്കി, നേരത്തെ മുസ്തഫ പറഞ്ഞു, വിവാദമാക്കിയ നമ്മളാരും അല്ലല്ലോ. ഇവിടെ റിപ്പോർട്ടർ ചാനലോ സ്മൃതിയോ ഇവിടെ ആരുമല്ലല്ലോ വിവാദമാക്കിയിട്ടില്ല. ഇത് വിവാദമാക്കിയിട്ടുള്ള RJDയും CPIയുമാണ്. മറ്റുള്ള സ്വാഭാവികമായിട്ടും UDFക്കാർ എതിർക്കും, BJPക്കാർ എതിർക്കും, അതൊക്കെ അവഗണിക്കാം. പക്ഷേ ഇത് ശക്തമായ വിവാദത്തിലേക്ക് വന്നത്, ഇതൊരു വലിയ ചർച്ചാ വിഷയമായത് CPIയുടെയും RJDയുടെയും നിലപാട് കൊണ്ടാണല്ലോ. ഇതിലിപ്പോൾ പ്ലാച്ചിമട ഓർമ്മിപ്പിക്കുകയാണ് ബ്രൂവറി എതിർക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലാച്ചിമട സമരത്തെക്കുറിച്ച് എന്നോട് പറയണ്ട, ഞാനതിൻ്റെ ഭാഗമായിരുന്ന ആളാണ് എന്ന് മന്ത്രി MP രാജേഷ് പറയുന്നുണ്ട്. അപ്പോൾ പ്ലാച്ചിമടയുടെ ദുരനുഭവം അറിയുന്ന മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് അത് കൊണ്ടെത്തിക്കില്ല എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുണ്ട്. അതിനെ എങ്ങനെ കാണണം? അല്ല, അത് രാജേഷ് ഇങ്ങനെ പറയുമ്പോൾ രാജേഷിന് അതിൻ്റെ ന്യായീകരണങ്ങളുണ്ടാകാം. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അത് മുന്നണിയിലെ ഘടകകക്ഷികളെ മുഴുവൻ ബോധ്യപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രധാനപ്പെട്ട 2 ഘടകകക്ഷികൾക്ക് ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ബിനോയ് പറയുന്നത്, ഇപ്പോൾ RJDക്കാരുടെ പ്രതികരണം പോലും വന്നിട്ടില്ല. ബിനോയ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഞങ്ങളിപ്പോൾ വിജയിച്ചു എന്നുള്ളതാണ്. ആ വിജയിച്ചത് എവിടെ? നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. വിജയിച്ചത് എവിടെയാണ്? ഇപ്പോൾ രാജേഷ് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ, പ്ലാച്ചിമടയുടെ വിജയത്തിൽ അതിൻ്റെ പങ്കാളിയായിരുന്ന ആളാണെങ്കിൽ ഇവിടെ ഇതിന് ആവശ്യമായ വെള്ളം എനിക്കിപ്പോഴും നേരത്തെ സ്മൃതി ചോദിക്കുകയും ചെയ്തു, ഇവിടെയുള്ള മഴവെള്ള സംഭരണം എത്രമാത്രം ഉണ്ടാകും, ഈ പ്രദേശത്ത് അവിടെ നിന്ന് എടുക്കുന്ന മഴവെള്ളം മാത്രമല്ലേ പറ്റുള്ളൂ, അവിടെ എത്രമാത്രം മഴവെള്ളം മുസ്തഫ, മഴനിഴൽ പ്രദേശത്തെ മഴവെള്ള സംഭരണം അതേക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാനാവുക? ശരി, ഒരു സംവാദത്തിന് വരൂ, കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ ആ സംവാദത്തോട് മുഖം തിരിയുന്നു, അതിനോട് പ്രതികരിക്കാതിരിക്കുന്നു. അപ്പോഴെങ്ങനെയാണ് ഇതിലൊരു സുതാര്യതയുള്ളത്? സ്മൃതി, ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കോ സംവാദങ്ങൾക്കോ CPIഎമ്മോ ഇടതുപക്ഷമോ ഒരു കാലത്തും എതിര് നിന്നിട്ടില്ല. അത് സ്മൃതിക്ക് കുട്ടിക്കാലം മുതലേ അറിയാം, സണ്ണിക്കുട്ടിക്കും അതുപോലെ സജീവൻ സാറിനും അറിയാം. എത്രയോ സെമിനാറുകൾ വിവിധ വിഷയങ്ങളിൽ CPM സംഘടിപ്പിക്കുന്നു. അതിൽ ഞങ്ങളുടെ ആളുകൾ മാത്രമല്ല, വ്യത്യസ്തരായ ആളുകളെ എല്ലാം ക്ഷണിക്കുന്നു. അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ സംവാദ വേദികളും സെമിനാർ വേദികളും വ്യത്യസ്ത ആളുകളെ, സണ്ണിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം സംവാദങ്ങളിൽ പങ്കെടുത്ത ആളുകളാണ് CPMന്റെ വേദികളിൽ. അങ്ങനെ സംഘടിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള, അതുകൊണ്ട് ഇവിടെ സംസാരിക്കാനല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അല്ലല്ല, പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ചേർന്നുള്ള സംവാദം മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തോമസ് ഐസക്കും VD സതീശനും അത്തരത്തിലുള്ള സംവാദങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സംവാദത്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നത്. കാരണം വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രിക്കാകുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. സ്മൃതി, നിങ്ങൾക്ക് ഉപചോദ്യങ്ങൾ ഉണ്ടാകും, പക്ഷേ കുറച്ച് സമയം ഒന്ന് സംസാരിക്കാൻ അനുവദിക്കണം. നിങ്ങൾ 4 പേരും കൂടി പറഞ്ഞതിനാണ് ഞാൻ ആദ്യം നിങ്ങളെല്ലാം പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് വിശദീകരണം നൽകട്ടെ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ സംവാദത്തെ കുറിച്ചിട്ടല്ല. ഞാൻ ആദ്യം പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒരു ക്ഷമയോടുകൂടി കേൾക്കാൻ സ്മൃതി പലപ്പോഴും തയ്യാറാകുന്നില്ല. അതിൻ്റെ ഒരു വിഷമാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താ? സംവാദത്തെയും ചർച്ചയെയും CPM ഭയക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഏതിനെ കുറിച്ചിട്ടാ? നേരത്തെ സണ്ണിക്കുട്ടിയും BJPയുടെ പ്രതിനിധിയും പറഞ്ഞു ഇവിടെ ചർച്ച നടത്താനേ പാടില്ല എന്ന് മുസ്തഫ പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്മൃതി ഇടയ്ക്ക് കയറിയിട്ട് ചോദിക്കുകയാണ് അതല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്ന്. അതേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിഷയത്തെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ ഒരു ഫ്ലോ തടസ്സപ്പെടുത്തിയിട്ട് ഞങ്ങളെന്തോ വേറെന്തോ പറയുകയാണ് എന്ന മട്ടിൽ ഈ പ്രേക്ഷകരുടെ മുന്നിൽ ഒരു പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ CPM പ്രതികളെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടല്ലേ ഞങ്ങൾ വരുന്നത്? വെറുതെ കയറി വന്നിട്ട് നിങ്ങളുടെ കസേരയിൽ ഇരിക്കുന്നതല്ലോ. അങ്ങനെയുള്ളവരോട് ഇങ്ങനെ ഒരു അക്ഷമയോടുകൂടി പെരുമാറേണ്ട കാര്യം എന്താ? അപ്പോൾ അതൊന്ന് ക്ഷമയോടുകൂടി കേൾക്കൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ചർച്ചകളെയൊന്നും ഞങ്ങൾ ഭയക്കുന്നില്ല. എല്ലാ തരത്തിലുമുള്ള സംവാദങ്ങൾക്കും ഞാൻ പറഞ്ഞതാണ്. CPMന്റെ പാരമ്പര്യം അതാണ്. ഞങ്ങൾ അങ്ങനെ സെമിനാറുകളും ചർച്ചകളും എല്ലാം വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ളവരെ കൂടി ഉൾപ്പെടുത്തി ഞങ്ങളുടെ പാർട്ടി ഫോറത്തിൽ കൊണ്ടുവരുന്നവരാ.
അവിടെ ചർച്ച നടത്തണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ബോധപൂർവം ആസൂത്രിതമായി സർക്കാരിനെയും ഇടതുപക്ഷത്തിനും എതിരായിട്ട് ഒരു പ്രതീതി നിർമ്മാണത്തിന് വേണ്ടി ഒരേ വിഷയം ആവർത്തിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ യുക്തിരാഹിത്യമാണ് നേരത്തെ പറഞ്ഞ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ പറഞ്ഞ കാര്യം. രണ്ട്, നിങ്ങൾ പറയുന്നത് എന്താ, ഇവിടെ വെള്ളത്തിന്റെ കണക്കൊന്നും ഞങ്ങൾ പറയുന്നില്ല, വിശദീകരിക്കുന്നില്ല, അതിനൊരു പഠനവുമില്ല. നേരത്തെ സഖാവ് MP രാജേഷ് നൽകിയ വിശദീകരണങ്ങൾ അത് വന്നിട്ടുണ്ട്. മലമ്പുഴ ഡാമിന്റെ ശേഷി 2,26,000 ദശലക്ഷം ലിറ്ററാണ്. അതിൽ നിന്ന് ഇപ്പോൾ ഒരു വർഷം ഉപയോഗിക്കുന്നത് ഏതാണ്ട് 29,747 ദശലക്ഷം ലിറ്ററാണ്. അവിടെ കുടിവെള്ള വിതരണത്തിന് നേരത്തെ സ്മൃതി എണ്ണിപ്പറഞ്ഞ പാലക്കാട് നഗരസഭയുടെയും അതിൻ്റെ ചുറ്റുഭാഗത്തുമുള്ള 7 പഞ്ചായത്തുകളുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് കാർഷിക ആവശ്യത്തിനുള്ള ഉപയോഗം കഴിഞ്ഞ് ഏതാണ്ട് 15% വെള്ളം ഈ മലമ്പുഴ ഡാമിൽ അവശേഷിക്കുന്നുണ്ട്. അതൊരു ഭാഗം. രണ്ട്, അവിടുത്തെ ഈ മഴവെള്ള സംഭരണികളെ കുറിച്ച് ഒരു കണക്കുമില്ല, ആരും ഒന്നും പറയുന്നില്ല. അവിടെ കിൻഫ്രയുടെ പാർക്കിൽ, ഇപ്പോൾ പറഞ്ഞ കിൻഫ്രയുടെ പാർക്കിൽ 7 ഏക്കറിലായി 15 കോടി ലിറ്ററിന്റെ മഴവെള്ള സംഭരണി ഇപ്പൊ തന്നെയുണ്ട്. ആ മഴവെള്ള സംഭരണിയിൽ നിന്നാണ് അവർ 8 മുതൽ 12 ലക്ഷം ലിറ്റർ വരെ ഓരോ ദിവസവും സംഭരണി ഉണ്ടാക്കിയോണ്ട് കാര്യമുണ്ടോ? മഴ ഇല്ലെങ്കിൽ സംഭരണി എന്താ കാര്യം മുസ്തഫ? മഴനീളുള്ള പ്രദേശത്ത് നിങ്ങൾ ഇനി 10 ലക്ഷം ലിറ്ററിന്റെ സംഭരണി ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം സാർ? മഴ വേണ്ട, മഴ നീളുന്ന പ്രദേശമാണ് അവിടെ. 50 ലക്ഷം ലിറ്ററിന്റെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അദ്ദേഹം പറയട്ടെ. അവിടെ കിൻഫ്രയിൽ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കിൻഫ്രയിൽ ഇപ്പോ തന്നെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്നതിന് ഇപ്പോ ഓരോ ദിവസവും 8 ലക്ഷം ലിറ്റർ മുതൽ 12 ലക്ഷം ലിറ്റർ വരെ കിൻഫ്ര നൽകുന്നത് അവരുടെ ക്യാമ്പസിനകത്തുള്ള ഈ 15 കോടി ലിറ്റർ കപ്പാസിറ്റി ഉള്ള മഴവെള്ള സംഭരണിയിൽ നിന്നാണ്. അപ്പൊ ഈ മഴവെള്ള സംഭരണിയിലേക്ക് ഇപ്പൊ അവർ കൊടുക്കുന്ന ഈ 8 ലക്ഷം ലിറ്റർ ഓരോ ദിവസവും വെച്ച് കൊടുക്കുന്ന മഴ എവിടുന്നാണ് കിൻഫ്ര കൊണ്ടുവന്നത്? ആ മഴവെള്ള സംഭരണിയിൽ എങ്ങനെയാണ് വെള്ളം വന്നത്? അത് മഴയൊന്നും പെയ്യാതെ എവിടുന്നോ കൃത്രിമമായിട്ട് ഇറക്കിയതാണോ? ഇനി അഹല്യ ക്യാമ്പസ് അവിടെയുണ്ട്. അഹല്യയുടെ ക്യാമ്പസിൽ അവിടെ ഇപ്പൊ തന്നെ ഏതാണ്ട് 7 മഴവെള്ള സംഭരണികൾ 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ളത്. അഹല്യ ക്യാമ്പസ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും എല്ലാം ഉള്ളതാണ് അവിടെ. ആ ക്യാമ്പസിൽ എങ്ങനെയാണ് ഇപ്പോ അവരുടെ മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നത്? ആ മഴവെള്ള സംഭരണിയിൽ എവിടെ നിന്നാണ് വെള്ളം വന്നത്? അത് അറബിക്കടലിൽ നിന്നെങ്ങാനും വല്ലാതൊരു ഭൂതം കൊണ്ടുവന്നിട്ടതാണോ? അപ്പൊ ഈ മഴവെള്ള സംഭരണികളിൽ എങ്ങനെയാണ് ഇപ്പൊ അവിടെ വന്നത്? നിങ്ങൾ പറയുന്നു മഴവെള്ള പ്രദേശം, എന്തിനാ 50 ലക്ഷം ലിറ്റർ? അവിടെ കപ്പാസിറ്റി എവിടെ? ഇതാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. ഇനി മലയാള മനോരമയിൽ ഈ വിവാദം ഉയർന്നു വന്ന സമയത്ത് വന്ന വാർത്ത സണ്ണിക്കുട്ടി എബ്രഹാം വായിച്ചിട്ടുണ്ടാവല്ലോ, സജീവം വായിച്ചിട്ടുണ്ടാവല്ലോ. എന്താ അവർ പറയുന്നത്? ഒയാസിസ് കമ്പനി നൽകിയ DPR-ൽ, സർക്കാർ നൽകിയ DPR-ൽ പറയുന്നു അവര് 5 ഏക്കറിൽ 15 കോടി ലിറ്ററിന്റെ സംഭരണി ഉണ്ടാക്കും. 5 ലക്ഷം ലിറ്ററാണ് അവരുടെ ആദ്യഘട്ടത്തിൽ അവർക്കൊരു ദിവസം ആവശ്യമായിട്ട് വരിക. ഇങ്ങനെയുള്ള വെള്ളത്തിന്റെ കണക്കെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ജനുവരി മാസം അവസാനത്തെ ആഴ്ചയിൽ ഈ വിവാദവും ചർച്ചയും ഉയർന്നു വന്ന ഘട്ടത്തിലെ വിശദീകരിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും പിന്നെയും പറയുന്നില്ല എന്ന് പറയുന്നത് അത് BJPയുടെ പ്രതിനിധി പറയുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രതിനിധികൾ അങ്ങനെ ആവർത്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചർച്ച വളരെ ബോധപൂർവം ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നതാണ്, അല്ലാതെ നല്ല ഉദ്ദേശത്തിലല്ല. അതിന്റെ ഭാഗമായിട്ടാണ് CPI ആക്ഷേപിക്കുന്നത്. നിങ്ങൾ നോക്കൂ, CPI എന്താണ് നട്ടലില്ലാത്ത പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് CPIക്ക് CPIയുടെ നിലപാടുണ്ട്. ആ നിലപാടുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും CPI ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് നിലകൊള്ളുന്നത്. അവർക്ക് അവരുടേതായ വ്യതിരിക്തതയും അവരുടെ സംഘടനാ ശൈലിയും നിലനിർത്തിക്കൊണ്ട് ഈ നാട്ടിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണിക്കകത്തോ വിവിധ ഘടകകക്ഷികൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നാൽ അത് പരിഹരിക്കാനുള്ള ശരിയായ സംഘടനാ രീതി LDF സ്വീകരിച്ചു. ഇതാണ് നടന്നിരിക്കുന്ന വിഷയം. ഇങ്ങനെയെല്ലാം കൃത്യമായിട്ടാണ് പോകുന്നത്. ഇനി സ്മൃതി, നിങ്ങൾ ഈ വിവാദത്തിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ വെള്ളത്തിന്റെ പ്രശ്നം ഒരു പ്രശ്നമല്ല എങ്കിൽ ഈ ജലസംഭരണിയൊക്കെ ഉപയോഗിച്ച് സർക്കാരിന്റെ തന്നെ സംവിധാനങ്ങളുണ്ടല്ലോ. മലബാർ ഡിസ്റ്റിലറി അത് പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് പോയത്? അവിടെ വെള്ളം കൊടുത്താൽ പോരെ? അവിടെ ഈ നിർമ്മാണം നടത്തിക്കൂടെ? എന്തിനാണ് ഈ ആരോപണ വിധേയമായ
ഒയാസിസ് കമ്പനിക്ക്, അതും മദ്യനയം മറ്റൊന്നായിരിക്കുമ്പോൾ വന്ന് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ മദ്യനയം മാറ്റി അവർക്ക് വഴി തുറന്നു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്? മലബാർ ഡിസ്റ്റിലറി പ്രവർത്തനം ആരംഭിച്ചിരുന്നോ? താങ്കൾ പറഞ്ഞു പൂട്ടാനെന്ന്. മലബാർ ഡിസ്റ്റിലറി പ്രവർത്തനം ആരംഭിച്ചിരുന്നോ? നേരത്തെ അവിടെ ഉണ്ടായിരുന്നത് ചിറ്റൂർ ഷുഗർ മില്ലാണ്. വെള്ളം കിട്ടാത്തതുകൊണ്ട് തുടങ്ങാൻ പറ്റിയിട്ടില്ല മുസ്തഫ. ചിറ്റൂർ ഷുഗർ മില്ല് പൂട്ടുന്ന സമയത്ത് അവിടുത്തെ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് കാശ് വേണം. ആ കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിറ്റൂർ ഷുഗർ മില്ലിനെ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു. അവർ കാശ് കൊടുത്തു. അങ്ങനെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ അത് കുറേ വർഷമായിട്ട് പൂട്ടിക്കിടക്കുകയാണ്. ഈ 2021 ഗവൺമെന്റിന്റെ കാലത്താണ് ഈ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് മദ്യോൽപാദനം ആരംഭിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ബിവറേജസ് കോർപ്പറേഷൻ അവരുടെ കൈവശം പൂട്ടിക്കിടക്കുന്ന പഴയ ചിറ്റൂർ ഷുഗർ മില്ലിന്റെ ആസ്തികൾ ഉപയോഗിച്ച് ഒരു ഡിസ്റ്റിലറിയോ ബ്രൂവറിയോ തുടങ്ങാൻ കഴിയുമോ എന്നാലോചിച്ചത്. ഇനി നിങ്ങൾ പറയുന്നത് പോലെ ഒയാസിസ് മഹാമാരണമായ ഒരു കമ്പനിയാണ്. നേരത്തെ സ്മൃതി BJP പ്രതിനിധിയോട് ചോദിച്ച ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. BJP പ്രതിനിധി പറയുന്ന പോലെ ഇത്ര കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട ഒരു കമ്പനിക്ക് നിങ്ങൾ എന്തിനാണ് ഇപ്പോ, വളരെ പണ്ടല്ലോ, നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് 1.5 വർഷം മുമ്പ് 2 വർഷം മുമ്പാണ് നിങ്ങൾ അവർക്ക് NOC കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഈ എത്തനോൾ നിർമ്മാണത്തിനുള്ള പാനല് എംപാനൽ ചെയ്തിരിക്കുന്നത്. ഇത്ര മോശം കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടും, നിങ്ങൾ EDയുടെ റെയ്ഡ് പോലും നടക്കുന്ന കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് കേന്ദ്ര സർക്കാർ അവരുടെ അംഗീകൃത പാനലിൽ ഈ ഒയാസിസ് കമ്പനിയെ ഉൾപ്പെടുത്തിയത്? അതുകൊണ്ടല്ലേ അവർ പഞ്ചാബ് പോകുന്നത്, അതുകൊണ്ടല്ലേ അവർ കർണാടകത്തിൽ പോകുന്നത്, അതുകൊണ്ടല്ലേ അവർ കേരളത്തിൽ പോകുന്നത്. ഇനി ബ്രൂവറി മഹാമോശമാണ്, അത് വലിയ പാരിസ്ഥിതിക ആഘാതം. കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ PPP മുസ്തഫ, ഒയാസിസ് വന്നു. ഒയാസിസിന്റെ കാര്യത്തിൽ ഒരു ടെൻഡർ വിളിക്കേണ്ട കാര്യമില്ല, കാരണം അവരുടെ ഒരു പ്രപ്പോസലാണ്. ഇതാണല്ലോ സർക്കാരിന്റെ ന്യായം. ശരി, ഒരു പ്രപ്പോസൽ വരുമ്പോൾ എന്താണ് പ്രാഥമികമായി ചെയ്യുന്ന കാര്യങ്ങൾ? കേന്ദ്രത്തിന്റെ അനുമതിയുള്ള കമ്പനിയാണോ എന്നതൊഴിച്ച് അവർ എവിടെയൊക്കെ പ്രവർത്തിച്ചതിന്റെ ചരിത്രം എന്ത്, ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? ഇതിൽ നിങ്ങൾ കാണേണ്ടത്, ഇപ്പോൾ ഒയാസിസ് കമ്പനിക്ക് ലൈസൻസ് കൊടുത്തോ? ഒയാസിസ് കമ്പനിക്ക് ബ്രൂവറി ആരംഭിക്കാനുള്ള ലൈസൻസ് കൊടുത്തോ? ഇല്ലല്ലോ. ഇറക്കിയ ഉത്തരവെന്താ? സർക്കാർ ഉത്തരവെന്താ? അവർ നൽകിയ പ്രപ്പോസൽ പരിശോധിച്ചു. എക്സൈസ് വകുപ്പ് പരിശോധിച്ചു, വാട്ടർ അതോറിറ്റി പരിശോധിച്ചു. ഇങ്ങനെ വിവിധ ഏജൻസികൾ അവർ സർക്കാരിന് സമർപ്പിച്ച DPR പരിശോധിച്ച് എക്സൈസ് വകുപ്പും അതുപോലെ ജലവിഭവ വകുപ്പും എല്ലാം നൽകിയിട്ടുള്ള ശുപാർശകൾ പരിഗണിച്ച് ഒരു പ്രാരംഭ അനുമതിയാണ്. അത് വെച്ചിട്ട് അവർക്ക് തുടങ്ങാൻ പറ്റില്ല. പിന്നെയോ ആ പ്രാരംഭ അനുമതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാം നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. അതെല്ലാം പരിശോധിച്ച് വ്യക്തത വരുത്തി കൃത്യമായും ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് പരിസ്ഥിതി ആഘാതം ഉണ്ടാകാതെ, അവിടെ വേറെ ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളില്ലാതെ, നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ പ്രശ്നമില്ലാതെ പരിഹരിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അന്തിമമായ ലൈസൻസിംഗിലേക്ക് പോവുകയുള്ളൂ. ഇതിനുള്ള പ്രാരംഭ അനുമതിയാണ് കൊടുത്തിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. ഇതെല്ലാം വെച്ച് അവർ കാര്യങ്ങൾ നടത്തണം. ഏതെല്ലാം ഏജൻസികളുടെ NOC ഇനി കിട്ടേണ്ടതുണ്ടോ, ഏതെല്ലാം തരത്തിലുള്ള നടപടികളും പ്രിക്കോഷൻസും അവരെടുക്കേണ്ടതുണ്ടോ, ഇതെല്ലാം എടുക്കണം. ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം 4 ദിവസം മുമ്പാണല്ലോ കർണാടകത്തിൽ, ഇപ്പോൾ തന്നെ അവിടെ 10-70 ഡിസ്റ്റിലറിയും ബ്രൂവറിയും ഉണ്ട്. ഒരെണ്ണം കൂടി അനുവദിക്കാൻ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്ത് അഴിമതിയുടെ പുറത്താ? കേരളത്തിൽ ഇപ്പോൾ 10 ഡിസ്റ്റിലറി ഉണ്ട്. അതിൽ 7 എണ്ണം അനുവദിച്ചത് UDF സർക്കാരുകളുടെ കാലത്താണ്. അത് ഏത് തരത്തിലുള്ള അഴിമതി നടത്തിയിട്ടാണ്? ഈ 10 ഡിസ്റ്റിലറികൾ ആരംഭിക്കാൻ നേരത്തെ സ്മൃതി ചോദിച്ചതുപോലെ എന്ത് ടെൻഡർ നടപടിയാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ? പത്രങ്ങളിൽ പോയി ഈ നേരത്തെ സണ്ണിക്കുട്ടി ചോദിച്ച പോലെ ഇൻട്രസ്റ്റ് എടുത്തോ? ഈ UDF ഭരിക്കുന്ന കാലത്ത് കൊടുത്ത ഡിസ്റ്റിലറികൾ ഇവിടുത്തെ കമ്പനികളോട് ചോദിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണോ? ഇപ്പോൾ നമ്മൾ നടത്തുന്ന എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇൻവെസ്റ്റ് മീറ്റ് എങ്ങനെയാ? ഇപ്പം അതിൻ്റെ ഒരു വാർത്ത നേരത്തെ സ്മൃതി ആനുഷംഗികമായിട്ട് സൂചിപ്പിച്ചു. അവിടെയെല്ലാം കമ്പനികൾ സർക്കാരിൻ്റെ നയമാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതാ കേരളത്തിൽ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന റെഡ് ടാപ്പിസം ഞങ്ങൾ ഇടപെട്ട്, ബ്യൂറോക്രസിയുടെ മേൽ ഇടപെട്ട്, നേരത്തെ ഉണ്ടായിരുന്ന ചട്ടങ്ങളിൽ ഇളവുകൾ വരുത്തി ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അന്തരീക്ഷം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് പറയുകയാണ് ചെയ്തത്. അത് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ, കേരളത്തിൻ്റെ മാറുന്ന മുഖം മാറി എന്ന് മനസ്സിലാക്കുന്നവർ ഇങ്ങോട്ട് വരികയാണ്. ഇതല്ലേ അതിൻ്റെ നടപടി?
അങ്ങനെയല്ലേ വ്യവസായങ്ങൾ ഉണ്ടാകുന്നത്. ഒരാൾ ഭൂമി വാങ്ങിച്ച് അയാളുടെ പണം ഉപയോഗിച്ച് നിക്ഷേപം ഇറക്കി വരുന്നതിന് ടെൻഡർ ക്ഷണിക്കേണ്ട കാര്യമില്ലല്ലോ. പൊതുപണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പൊതുഭൂമി അങ്ങോട്ട് നൽകുന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റും ടെൻഡറും വേണം. ഇവിടെ അതൊന്നുമില്ല. സർക്കാരിന്റെ പോളിസി പറയുന്നു, ആ പോളിസി അനുസരിച്ച് താല്പര്യമുള്ളവർ വരുന്നു. ആര് വന്നാലും നോക്കി ഈ പറഞ്ഞ ചട്ടങ്ങൾ, അതിൽ തന്നെ ഇപ്പോഴും പ്രാരംഭാനുമതിയേ ആയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ ചട്ടങ്ങൾ സാധാരണക്കാർക്ക് വാങ്ങാനാകുന്ന വിലയ്ക്കുള്ള ജവാൻ മദ്യനിർമ്മാണം അതെന്താണ് നിർത്താൻ കാരണം? ഇതാണ് ഞാൻ പറഞ്ഞത്. സണ്ണിക്കുട്ടിയെ പോലെയുള്ള ഒരാള് ഇങ്ങനെ തെറ്റായിട്ട് കാര്യങ്ങൾ പറയരുത്. ഇപ്പോഴും തിരുവല്ലയിലെ അവിടെയും നമ്മൾ ജവാൻ നിർമ്മാണം എങ്ങനെ ആരംഭിച്ചത്? തിരുവല്ലയിലെ പഴയ ഷുഗർ മില്ലാണത്. ആ ഷുഗർ മില്ല് ബീവറേജ് കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ടാണ് ജവാൻ മദ്യ നിർമ്മാണം തുടങ്ങിയത്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ ഈ ദിവസവും ഈ മൊമെന്റിലും തിരുവല്ലയിലെ പഴയ ഷുഗർ മില്ല് ഇപ്പോൾ അത് ബീവറേജ് കോർപ്പറേഷന്റെ ഡിസ്റ്റിലറിയാണ്. അവിടെ ജവാൻ മദ്യ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, അതിന്റെ യന്ത്രങ്ങൾ ഉൾപ്പെടെ നവീകരിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ഇതെല്ലാം ഈ കഴിഞ്ഞ വർഷം അങ്ങനെ കുറച്ചുകൂടി ഉത്പാദനം കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ജവാനുണ്ട്, ജവാൻ നിർത്തിയിട്ടില്ല. തിരിച്ചെത്താം. ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം, ഇപ്പോൾ ശ്രീ VPP മുസ്തഫ പറഞ്ഞ കാര്യം UDF-ന്റെ കാലത്താണ്. സ്മൃതി ഒരൊറ്റ കാര്യം, 8 മണിക്ക് മറ്റൊരു ചാനലിൽ പോകാനുള്ളതുകൊണ്ട് ആ പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി ഇപ്പൊ നിയമസഭാ സമ്മേളനം അവസാനിച്ചതേ ഉള്ളൂ. എന്തേ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയെ നേരിട്ട് അവിടെ ഒരു അടിയന്തര പ്രമേയമോ മറ്റോ കൊണ്ടുവന്നിട്ട് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ കഴിയാതിരുന്നത്? ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രി വെല്ലുവിളിച്ചല്ലോ സംവാദത്തിന്, എന്തേ അവർ തയ്യാറാകാതിരുന്നത്? അതുകൊണ്ട് ഇല്ല യോഗത്തിന് എത്തിയിരുന്നില്ല. അദ്ദേഹം പാലക്കാട് നിന്നാണ് വെല്ലുവിളിച്ചത്, നിയമസഭാ സമ്മേളനത്തിൽ എത്തിയിരുന്നില്ല. അല്ല, ഞാൻ പറയണത് വ്യക്തമായി ഓർക്കാൻ കാരണം അവിടെ ജില്ലാ സമ്മേളനമായിരുന്നു. അവിടെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ മുഖ്യമന്ത്രിയുള്ള നിയമസഭാ സമ്മേളനം പ്രതിപക്ഷ നേതാവ് അവിടെ ഉണ്ടല്ലോ. അവിടെ നേരിട്ട് സംവാദം നടത്താൻ പറ്റുമായിരുന്നു. ഏതെല്ലാം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് അടിയന്തര പ്രമേയം അനുവദിച്ച സർക്കാരല്ലേ ഇത്? 13 അടിയന്തര പ്രമേയങ്ങൾ അനുവദിച്ചിട്ടുള്ള സർക്കാരായത്. ചിറ്റൂരിൽ ജവാൻ നിർമ്മാണം നിന്നുപോയാൽ എന്താ, മറ്റിടത്ത് നിർമ്മാണം നടക്കുന്നുണ്ടല്ലോ, ജവാൻ നിന്നിട്ടില്ല എന്നുള്ളതാണ് VPP മുസ്തഫയുടെ ഒരു മറുപടി. ചിറ്റൂരിൽ വെള്ളം ഇല്ലാത്തത് മൂലം നിർത്തിവെച്ചാലും അവിടെ ഇപ്പോൾ മഴവെള്ള സംഭരണത്തിലൂടെ ഒയാസിസിന് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഇപ്പോൾ നോക്കൂ, ഡിസ്റ്റിലറികളുടെ കാര്യത്തിൽ UDF കാലത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡിസ്റ്റിലറികൾ വന്നിട്ടുള്ളത്. അന്ന് ഈ ടെൻഡർ ആലോചന, ടെൻഡർ ചോദ്യം ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറുപടി സ്മൃതി, ഞാൻ തിരുവല്ല പുളിക്കീഴ ഉള്ള ഷുഗർ ഫാക്ടറിയിൽ ജവാൻ്റെ ഉൽപ്പാദനം നിർത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ നന്നായിട്ട് നടക്കുന്നുണ്ട്, നല്ല സെയിൽസ് ഉണ്ട്, നല്ല മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ളൊരു സാധനമാണ്. അതാണ് ബിവറേജസ് കോർപ്പറേഷൻ മലബാർ ഡിസ്റ്റിലറി എന്ന പേരിൽ പാലക്കാട് നിന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അവിടെ വെള്ളം കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഉൽപ്പാദനം പോലും തുടങ്ങാൻ സാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാരിൻ്റെ ഒരു സ്ഥാപനം, അവിടെ ആവശ്യത്തിന് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം ഇവിടെ ഒയാസിസിന് കൊടുക്കുന്നു. അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. വെള്ളം അതാ ഞാൻ പറഞ്ഞത്, അതേ സെയിം സ്ഥലത്താണ് 8 MLD വെള്ളം മഴവെള്ള സംഭരണികളിലൂടെ ശേഖരിക്കുന്നു, ഉപയോഗിക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പിന്നെന്തിനാണ് കിൻഫ്ര പാർക്ക് 10 MLD വെള്ളം ഈ മലമ്പുഴ ഡാമിൽ നിന്നെടുക്കുന്നത്? ഇവരൊക്കെ സ്മൃതി ഈ സ്വപ്നലോകത്തെ ബാലഭാസ്കരന്മാരായിട്ട് നടക്കുക. അവിടെ ഇത്ര ലക്ഷം ലിറ്റർ ശേഷിയുള്ള ടാങ്കുണ്ട്, മറ്റിടത്തുണ്ട്, അഹല്യയിലുണ്ട്. ഇനി 5 ഏക്കറിൽ ഒയാസിസം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ UDF-ൻ്റെ കാലത്ത് ചില ഡിസ്റ്റിലറികൾ കൊടുത്തു എന്നൊക്കെ പറയുന്നു, സമ്മതിച്ചു. അത് അതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ നമ്മുടെ കാലം മാറുന്നതനുസരിച്ചിട്ട് ഈ കൂടുതൽ സുതാര്യമാവുക തന്നെ വേണം. ഞാൻ ടെൻഡർ വേണമെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ മുതൽ മുടക്കാൻ വരുമ്പോൾ ടെൻഡർ പറ്റില്ല. പക്ഷേ ആളുകൾക്ക് വേറെ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് ചോദിക്കണ്ടേ? എന്താണ് ഒയാസിസ് എന്ന് പറയുന്ന ഈ പഞ്ചാബ് കമ്പനിയോട് ഈ ഗവൺമെന്റ് ഇത്ര പ്രേമം? എന്താണ് അവർക്ക് എല്ലാ മൂല്യങ്ങളും സ്വഭാവം? ശരി, ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വ്യവസായങ്ങൾ വരുമ്പോൾ അതിനെയൊന്നും നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രം നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നു BJP എന്നുള്ളൊരു കാര്യം കൂടി CPM ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.
അല്ല സ്മൃതി, അതിനെയും ഇതിനെയും നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ സാധിക്കില്ല. ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് എലപ്പുള്ളിയിലെ ഈ മഴനിഴൽ പ്രദേശത്ത് തന്നെ മലമ്പുഴയിലെ വെള്ളം ഊറ്റിക്കൊണ്ട് തന്നെ ഈ പദ്ധതി കൊണ്ടുവരാനുള്ള പ്രത്യേക താല്പര്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, ഇത് നേരത്തെ സൂചിപ്പിച്ചത് മലബാർ ഡിസ്റ്റിലറി അവിടെയുണ്ട്. ഇവർ മരച്ചീനിയിൽ നിന്ന് മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരയിൽ ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു. ഇതിൻ്റെയൊക്കെ അവസ്ഥ വളരെ ഡേഞ്ചറായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് ഒരു കമ്പനിയെ കേരളത്തിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഈ കമ്പനിയുടെ ഡിമാൻഡും സപ്ലൈയും പറയുന്നത് CPM ബ്രാഞ്ച് കമ്മിറ്റി ഒന്നുമല്ലല്ലോ. അപ്പോൾ VPP മുസ്തഫ പറയാണ് ഇത്രയാണ് വെള്ളം വേണ്ടത്, MP രാജേഷ് പറയും ഇത്രയാണ്. കമ്പനിയുടെ പ്രതിനിധികൾ ഒരിക്കൽ കേരളത്തിൽ വന്നിട്ട് ഞങ്ങളുടെ ഡിമാൻഡ് ഇത്രയാണ്, ഞങ്ങളുടെ സപ്ലൈ ഇത്രയാണ്, ഞങ്ങൾക്ക് വേണ്ട വെള്ളം ഇത്രയാണെന്ന് പറഞ്ഞിട്ടില്ല മാഡം. പിന്നെ എങ്ങനെയാണ് ഇവരൊരു കണക്ക് വെച്ച് പറയുന്നത്? അഹല്യ ക്യാമ്പസിലെ 2000 പേർക്കുള്ള വെള്ളത്തെയും വിസ്മയ പാർക്കിലെ വെള്ളത്തെയും അതോടൊപ്പം തന്നെ കിൻഫ്രയിലെ വെള്ളത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇവരിങ്ങനെ മഴവെള്ള സംഭരണിയിൽ നിന്ന് അവർക്ക് ആവശ്യമായ വെള്ളമുണ്ടാക്കുമെന്ന് പറയുന്നത് വലിയ പൊള്ളത്തരമാണ്. ഇതൊക്കെ വിദണ്ഡവാദമാണ്. ഒരു ന്യായീകരണത്തിന് വേണ്ടിയിട്ട് ഇത് ഗോവിന്ദ മാഷ് കൊണ്ടുവന്നത് ഒരു ന്യായമാണ് വിദണ്ഡവാദം. ഗോവിന്ദ മാഷാണ് ഇത് VP മുസ്തഫയ്ക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തത് വിസ്മയ പാർക്കിലെ കാര്യം പറഞ്ഞുകൊണ്ട്. ഇതൊന്നും കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കില്ല. VP മുസ്തഫ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ MP രാജേഷ് പറയുന്നു ഞാൻ പ്ലാച്ചിമട സമരത്തിനെതിരെ പോരാടിയ ആളാണ്. അദ്ദേഹമാണ് ഇതിനു വേണ്ടി ഇടനിലക്കാരനായി നിന്നിട്ട് കൊണ്ട് ഈ പറയുന്ന ഈ കമ്പനിയിൽ നിന്ന് പണം മേടിച്ചു എന്നുള്ള ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം തന്നെയാണല്ലോ സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ ധീരോത്തമായിട്ടുള്ള പോരാട്ടം നടത്തിയ ആൾ. അദ്ദേഹം തന്നെയാണ് വിദേശ സർവകലാശാലകളുടെ ബില്ല് ഒപ്പിടുന്നത്. അപ്പോൾ അതുകൊണ്ട് MP രാജേഷിന്റെ വീരവാദമല്ല. സത്യത്തിൽ MP രാജേഷ് പാലക്കാട് നിരവധി അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുണ്ട്. അതൊക്കെ നെല്ലുവിത്തുകളാണ്. അപ്പോൾ നയം മാറുന്നതിന് നിങ്ങളും സ്വാഗതം ചെയ്യുകയാണല്ലോ. സമ്മിറ്റിലൊക്കെ അതല്ലേ സംഭവിക്കുന്നത്? നയം മാറണം മാഡം, നയം മാറണം. അതിനൊരു സുതാര്യത വേണ്ടേ? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ VP മുസ്തഫ പറഞ്ഞ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറഞ്ഞു 99-ൽ ടെൻഡർ വിളിച്ചിട്ടുണ്ട് മാഡം. അദ്ദേഹം പറഞ്ഞു ടെൻഡർ വിളിച്ചിട്ടില്ല. 99-ൽ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. 96-ലെ ആന്റണിയുടെ നമ്മുടെ റാക്ക് നിരോധനവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടാണ് അന്ന് ഡിസ്റ്റിലറികൾ സ്വകാര്യ മേഖലയ്ക്ക് അനുവദിച്ചത്. 99-ൽ സ്വാഭാവികമായിട്ട് അന്ന് ടെൻഡർ ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷയത്തിൻ്റെ പേരിലാണ് പാർഷ്യാലിറ്റി കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് 99-ൽ നിയമം സുപ്രീം കോടതി അടക്കം പോയിക്കൊണ്ട് ഇവിടുത്തെ ഇനി കേരളത്തിൽ യാതൊരു തരം ഡിസ്റ്റിലറി വേണ്ട എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് വന്നത്. ഇത് തന്നെയാണ് 2018-ൽ ഒരു പേപ്പർ കടലാസിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഡിസ്റ്റിലറി അനുവദിക്കുന്ന രീതിയിൽ ഒരു അഴിമതി നടത്താൻ പ്രളയത്തിന് ശേഷം, അങ്ങനെ നോക്കണം, പ്രളയത്തിന് ശേഷം ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നു. അന്ന് വിവാദമായ സമയത്താണ് അത് മാറ്റിയത്. പിന്നീട് 2022-ൽ ഈ കമ്പനി വരുന്നു. കമ്പനി പ്രതിനിധികൾ ചീഫ് സെക്രട്ടറിയുമായിട്ടും എക്സൈസ് കമ്മീഷണറുമായിട്ട് ചർച്ച ചെയ്യുന്നു 2022 ഓഗസ്റ്റ് മാസത്തിൽ. അതിനുശേഷമാണ് 2023-24 മദ്യനയത്തിൽ മാറ്റം വരുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഇത് അഴിമതിയാണ്, ഇത് ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി കേരളത്തിന്റെ പൊതുസ്വത്തും ഒരു എലപ്പുള്ളി പഞ്ചായത്തിന് വിൽക്കുന്ന ഒരു അന്തക വിത്തായിട്ടാണ് സത്യത്തിൽ MP രാജേഷ് അങ്ങനെ ഒരു തെളിവ് കൊണ്ടുവരാൻ ഇതുവരെ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും സാധിച്ചിട്ടില്ല. അതേസമയം നയവുമായി ബന്ധപ്പെട്ട നയം മാറ്റം ഉണ്ടായിട്ടുണ്ട്. രഹസ്യമായിട്ടുള്ളതല്ല, നയം മാറ്റമുണ്ട് എന്നുള്ള കാര്യം സർക്കാരും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണ് വ്യവസായികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അതാണ് അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ സമ്മിറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് സർക്കാർ അഭിമാനപൂർവ്വം പറയുകയാണ്. തീർച്ചയായിട്ടും ഇതിൽ ഒയാസിസ് കമ്പനി നിർമ്മിക്കാൻ പോകുന്ന അവരുടെ ബ്രൂവറിയിൽ നിർമ്മിക്കാൻ പോകുന്ന മദ്യത്തിനാവശ്യമായിട്ടുള്ള വെള്ളം അത് അവർ മഴവെള്ള സംഭരണി കൊണ്ട് മാത്രം നടപ്പാക്കൂ എന്നുള്ള ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ സർക്കാരിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോ ഒന്നും തന്നെ എതിർക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ആവശ്യമായ വെള്ളം അവർ സംഭരിക്കുകയാണ്. ഭൂഗർഭജലം ഉപയോഗിക്കുന്നില്ല, മലമ്പുഴയിലെ വെള്ളം ഉപയോഗിക്കുന്നില്ല. ഇത് മാത്രമാണ് എങ്കിൽ പക്ഷെ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ ആ കമ്പനി തയ്യാറാവുമോ? അങ്ങനെ ഒരു ഉറപ്പ് സർക്കാരിന് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് LDFിലെ മുഴുവൻ ഘടകകക്ഷികളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണിപ്പോൾ നമ്മൾ അറിയേണ്ടത്. ശരി, എന്തായാലും അവിടെ ഒരു ബ്രൂവറി തുടങ്ങാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ പ്രതിപക്ഷവും ആ രൂപത്തിൽ നിലപാടെടുക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത VPP മുസ്തഫ, പ്രിൻറ്റു മഹാദേവ്, സണ്ണിക്കുട്ടി എബ്രഹാം, A. സജീവൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.